അദ്ദേഹം ഒരു വളരെ ലക്കി മനുഷ്യൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പറക്കുന്ന വിമാനത്തിൽ നിന്നും എമർജൻസി ഡോർ തുറക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ കൺട്രോൾ ഫെയിലിയർ ആണെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് തകരാൻ ചാൻസ് ഉണ്ട്. പൈലറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. പൈലറ്റ്സിൻ്റെ പ്രശ്നം കൊണ്ടും അപകടങ്ങൾ സംഭവിക്കാം, ഒരുപാട് സംഭവിച്ചിട്ടുമുണ്ട്. ഈ പൈലറ്റ് എന്ന് പറയുന്ന ആൾ സുമിത് സബർവാലിനെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. പറന്നുയരുമ്പോഴല്ല, പറന്നിറങ്ങുമ്പോഴാണ് കൂടുതലും ആക്സിഡൻറ്റ്സ് നടക്കുന്നത്. ഓട്ടോമേഷൻ, നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ ഓട്ടോമേഷൻ കൂടുന്നതനുസരിച്ച് പൈലറ്റ്സിൻ്റെ സ്കില്ല് ആക്ച്വലി കുറഞ്ഞു വരികയാണ്. DGCA നമ്മൾ നോക്കുകയാണെങ്കിൽ അവരും അണ്ടർ പ്രഷറാണ്. കൂടുതലും പ്രൈവറ്റ് കമ്പനീസ് അവരുടെ മേലിൽ ഒരുപാട് പ്രഷർ ഇടും. 242 പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനം ദുരന്തത്തിൽപ്പെട്ട സംഭവത്തിൽ ഏറ്റവും പുതിയ വാർത്ത അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാർ ആശുപത്രി വിട്ടതാണ്. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അന്വേഷണ സംഘത്തിന്റെ കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് വിശ്വാസ് ഉള്ളത്. അപകടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇനിയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുണ്ട്. വിശ്വാസ് കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് നടന്നു വരുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു. വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ് കുമാർ ഇടതു കൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് പ്രചരിച്ചത്. ഇതോടെ വലിയ ദുരൂഹതയും സംശയങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ രംഗത്ത് വരികയും ചെയ്തു. ഒരു വിമാനം തീഗോളമായി മാറിയിട്ടും എങ്ങനെ വിശ്വാസ് മാത്രം രക്ഷപ്പെട്ടു? അട്ടിമറിയുണ്ടോ? എമർജൻസി വാതിൽ തുറന്നതാണ് അപകട കാരണം എന്നിങ്ങനെ പലതരത്തിലായിരുന്നു ചർച്ചകൾ. ഈ സംശയങ്ങളെല്ലാം ഒരു വിദഗ്ധാഭിപ്രായത്തിൽ ചർച്ച ചെയ്യുകയാണ്. നമ്മോടൊപ്പമുള്ളത് ക്യാപ്റ്റൻ ദിലീപ് ദേശ്മൻ സാറാണ്. സാർ, ചർച്ചയിലേക്ക് സ്വാഗതം. സാർ, അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എന്താണ് എന്ന് ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അതിനു മുൻപ് പല ആളുകളും സംശയം ഉന്നയിക്കുന്നത് വിശ്വാസ് കുമാർ എന്ന വ്യക്തിക്ക് മാത്രം എങ്ങനെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനായി എന്നാണ്. ഇതിൽ ദുരൂഹതയില്ലേ എന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇത്തരത്തിൽ തീഗോളമായ ഒരു വിമാനത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് രക്ഷപ്പെടൽ സാധ്യമാണോ? അദ്ദേഹം ഒരു വളരെ ലക്കി മനുഷ്യൻ എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അതിൽ ദുരൂഹതയൊന്നും ഞാൻ കാണുന്നില്ല. അതൊരു സാധാരണമായ ഒരു എസ്കേപ്പ് ആയിരുന്നു. പുള്ളിക്കാരൻ്റെ സീറ്റ്, ഒരു സൈഡിലുള്ള സീറ്റായിരുന്നു പുള്ളിക്കാരൻ ഇരുന്നത്. അപ്പം ആ സീറ്റിൻ്റെ സൈഡിൽ തന്നെ രണ്ടാമത്തെ ഡോറ് ഉണ്ടായിരുന്നു. ആ വിമാനം ഇടിച്ചിറക്കിയ സമയത്ത് ആ ഡോറ് മിക്കവാറും തുറന്ന് വീണ് കാണും. ആ സമയത്തായിരിക്കും പുള്ളിക്കാരൻ ആ വഴി രക്ഷപ്പെട്ട് ഇറങ്ങി വന്നത്. സർ, ഈ എമർജൻസി ഡോറ് തുറന്നതുകൊണ്ടാണ് അപകടം സംഭവിച്ചത് എന്ന് പറയുന്ന ചിലരുണ്ട്. പറന്നുയർന്ന ഒരു വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാനാകുമോ? ശരിക്കും ഒരു എമർജൻസി ഡോർ തുറന്നാൽ വിമാനം തകർന്നു വീഴാനുള്ള സാധ്യതയുണ്ടോ? ഓക്കെ, ഒരു പറക്കുന്ന വിമാനത്തിൽ നിന്നും എമർജൻസി ഡോർ തുറക്കാൻ ആർക്കും പറ്റത്തില്ല. ഓക്കെ, ആ ഒരു വിമാനം എയറിലാണെങ്കിൽ ഒരു ഡോറും തുറക്കാൻ പറ്റത്തില്ല. ആ വിമാനം താഴെ ഇറങ്ങിയാൽ മാത്രമേ ഡോർ തുറക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സാങ്കേതിക എക്യുപ്മെൻസും ഫെസിലിറ്റീസും വിമാനത്തിൽ എല്ലാ വിമാനങ്ങൾക്കും ഉണ്ട്. സാറിന്റെ എക്സ്പീരിയൻസിൽ പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ ഒരു വിമാനം തകർന്നു വീഴുന്നതിന് പ്രധാന കാരണം എന്തായിരിക്കും? ഒരു വിമാനം പറന്നുയർന്നിട്ട് താഴേക്ക് വീഴണമെങ്കിൽ അതിൻ്റെ 2 എഞ്ചിനും തകരാറിലായി കാണണം. അല്ലാതെ തകരണമെങ്കിൽ എന്തെങ്കിലും കൺട്രോൾ ഫെയിലിയർ വരണം. ഇപ്പോൾ ഒരു എയർപ്ലെയിൻ പറക്കുന്നത് അതിൻ്റെ എയ്ലറോൺസ് എന്ന് പറയും. അത് എയർക്രാഫ്റ്റ് ടേൺ ചെയ്യാനുള്ള ഇത്. അതേപോലെ മുകളിലോട്ടും താഴോട്ടും പോക്കാൻ എലിവേറ്റേഴ്സും ഉണ്ട്. അപ്പോൾ കൺട്രോൾ ഫെയിലിയർ ആണെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് തകരാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ ഉണ്ടെങ്കിൽ 2 എഞ്ചിനും തകർന്നാൽ മാത്രമേ എയർക്രാഫ്റ്റ് താഴോട്ട് പോവുകയുള്ളൂ. സർ, ഒരു തരത്തിലുമുള്ള ചെറിയ റിസ്ക് പോലും വിമാനം പറത്തുന്നതിന് മുൻപ് പൈലറ്റുമാർ എടുക്കാറില്ലല്ലോ. ചെറിയ തകരാറാണെങ്കിൽ പോലും പരിഹരിച്ചിട്ടല്ലേ ആ വിമാനം പറന്നുയരുക. അപ്പോൾ ഈ അപകടത്തിൽ നിന്നും നമ്മൾ എന്താണ് ഊഹിച്ചെടുക്കേണ്ടത്? വിമാനം പറന്നുയരുന്നതിന് മുമ്പ് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു എന്നാണോ?
ആക്ച്വലി അങ്ങനെയല്ല. ഫ്ലൈയിങ്ങിൽ നമ്മൾ എല്ലാ ഫ്ലൈയിങ്ങിൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സിനും റിഡൻഡൻസി എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഒരു എക്യുപ്മെൻറ്റ് ഫെയിൽ ആണെങ്കിൽ വേറെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട് അത് ടേക്ക് ഓവർ, അതിൻ്റെ ഡ്യൂട്ടി ടേക്ക് ഓവർ ചെയ്യാൻ. അങ്ങനെ മൾട്ടിപ്പിൾ റിഡൻഡൻസി ഉള്ള ഒരു വാഹനമാണ് ഒരു വിമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വിമാനത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ തകരാറുണ്ടെങ്കിൽ നമ്മളതിനെ MEL എന്ന് പറയും, മിനിമം എക്യുപ്മെൻറ്റ് ലിസ്റ്റ്. അപ്പം അതിൻ്റെ കമ്പനി തന്നെ, മാനുഫാക്ചർ തന്നെ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് അനുസരിച്ച് ഒരു എക്യുപ്മെൻ്റ് തകരാറിലാണെങ്കിൽ പോലും വിമാനത്തിന് പറക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ആ എക്യുപ്മെൻറ്റിന് വേണ്ടി എന്തെങ്കിലും ചെറിയ റെസ്ട്രിക്ഷൻസ് കാണും. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ ചിലപ്പോൾ 2, 3, 4, 5 പിന്നെ ചെറിയ ചെറിയ തകരാറുകൾ MELസിൽ ആയിട്ട് വിമാനം പറക്കുന്നതിൽ ഒരു വലിയ പ്രശ്നമൊന്നുമില്ല. സർ, അതുപോലെ തന്നെ പൈലറ്റിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടും അപകടം സംഭവിക്കാമോ? കാരണം വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ സ്റ്റീവ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു. അതിൽ പറയുന്നത് 12 ഡിഗ്രിയിൽ പറന്നുയർന്ന ശേഷം എയർ ഇന്ത്യ വിമാനം താഴേക്കാണ് വന്നത്. പൈലറ്റ് കോ പൈലറ്റിനോട് ഗിയർ ലിവർ വലിക്കാൻ പറഞ്ഞപ്പോൾ കോ പൈലറ്റ് ഫ്ലാപ്പ് ലിവർ മാറി വലിച്ചതുകൊണ്ടാകാം അപകടം സംഭവിച്ചത് എന്നാണ്. തീർച്ചയായിട്ടും പൈലറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. പൈലറ്റ്സിൻ്റെ പ്രശ്നം കൊണ്ടും അപകടങ്ങൾ സംഭവിക്കാം, ഒരുപാട് സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മിസ്റ്റർ സ്റ്റീവ് പറഞ്ഞത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോ പൈലറ്റിൻ്റെ മിസ്റ്റേക്ക് അല്ല. കാരണം ഫോട്ടോഗ്രാഫ്സ് എവിഡൻസ് വളരെ ക്ലിയറായി പറയുന്നുണ്ട് ഫ്ലാപ്സും സ്ലാറ്റ്സും. അത് 2 കാര്യങ്ങളുണ്ട്. വിമാനത്തിൻ്റെ ചിറകിൻ്റെ മുമ്പിൽ സ്ലാറ്റ്സ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അതിൻ്റെ ചിറകിൻ്റെ പുറകിലാണ് ഫ്ലാപ്സ് വരുന്നത്. ഇത് രണ്ടും ടേക്ക് ഓഫ് പൊസിഷനിലായിരുന്നു എന്നുള്ളത് ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായത പറഞ്ഞത് തെറ്റാണ്. സാർ, ഇവിടെ വിമാനം പറത്തിയിരുന്നത് പരിചയസമ്പന്നരായ പൈലറ്റുമാരാണ്. ക്യാപ്റ്റൻ സുമീത് സബർവാള്, ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദർ എന്നിവരാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത്. ഇവർക്ക് ഒരു തെറ്റുപറ്റി എന്ന് കരുതാൻ കഴിയുമോ താങ്കൾക്ക്? അത് ഈ ഒരു കാര്യം നമുക്ക് കോർട്ട് ഓഫ് എൻക്വയറി വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്തുകൊണ്ടാണ് ഈ വിമാനം താഴോട്ട് പോയതെന്ന്. ഈ പൈലറ്റ് എന്ന് പറയുന്ന ആൾ സുമിത് സബർവാലിനെ എനിക്ക് നല്ലപോലെ അറിയാം. ഞാൻ എയർ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇൻഫാക്ട് ഞങ്ങൾ ഒരു ബിൽഡിങ്ങിൽ മുംബൈയിൽ താമസിച്ചിരുന്നതാണ്. ഞാൻ 3ാമത്തെ ഫ്ലോറിലും അദ്ദേഹം 9ാമത്തെ ഫ്ലോറിലും താമസിച്ച ഒരു സമയമുണ്ടായിരുന്നു. 2022 ഞാൻ എയർ ഇന്ത്യയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ട് വന്നു. അദ്ദേഹം ഫ്ലൈയിങ് കണ്ടിന്യൂ ചെയ്തു. അദ്ദേഹം പ്രായത്തിൽ എന്നെക്കാട്ടി കുറച്ചുകൂടെ യങ് ആയിരുന്നു. അപ്പോൾ നല്ല ഒരു വളരെ ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ ആരോടും അങ്ങനെ ദേഷ്യപ്പെടത്തില്ല, എപ്പോഴും നല്ല സ്വഭാവമാണ്, എല്ലാവരും കാണുമ്പോൾ ചിരിക്കും. അത്രയുള്ളൊരു മനുഷ്യന് ഒരു വളരെ നല്ല പൈലറ്റുമാണ്. അപ്പം പൈലറ്റ്സിൻ്റെ ഇതിൽ കുറ്റം കൊണ്ടാണ് ഇത് നടന്നതെന്ന് ഊഹിക്കാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് പിന്നെ എന്തുകൊണ്ടാണ് ഈ സംഭവം നടന്നത്, എന്തുകൊണ്ട് ഈ എയർക്രാഫ്റ്റ് താഴോട്ട് പോയെന്നുള്ളത് അത് കോർട്ട് ഓഫ് എൻക്വയറിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. സർ, ഈ പറന്നുയരുന്നതിനിടയിലാണല്ലോ മിക്ക വിമാന അപകടങ്ങളും നടക്കുന്നത്. ഇതിന് പ്രധാന കാരണം എന്താണ്? ആക്ച്വലി അത് ഈ പറഞ്ഞത് തെറ്റാണ്. പറന്നുയരുമ്പോഴല്ല, പറന്നിറങ്ങുമ്പോഴാണ് കൂടുതലും ആക്സിഡൻറ്റ്സ് നടക്കുന്നത്. ഓക്കെ, ഒരു എയർക്രാഫ്റ്റ് ലാൻഡിങ്ങിന് വരുന്ന സമയത്താണ് കൂടുതലും ആക്സിഡൻറ്റ്സ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഇതിന് വേറെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ലാൻഡിങ് എന്ന് പറയുന്നത് ടേക്ക് ഓഫിനെക്കാട്ടിയും കുറച്ചുകൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്, ടേക്ക് ഓഫ് ചെയ്യുന്നത് അത്ര വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമല്ല. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മിക്കവാറും ഫ്രഷ് ആയിരിക്കും. നമ്മൾ ഒരു എയർക്രാഫ്റ്റിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത്, ഇപ്പോൾ പ്രത്യേകിച്ചും അൾട്രാ ലോങ് ഫ്ലൈറ്റ്സ്, ഈ ബോയിങ് 777, ബോയിങ് 787 ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ ലോങ് ഫ്ലൈറ്റ്സാണ്. ഇത് വലിയ എയർക്രാഫ്റ്റാണ്. അത് ഒരു 10 മണിക്കൂർ, 15 മണിക്കൂർ, 18 മണിക്കൂറൊക്കെ ഒരുമിച്ച് ഫ്ലൈ ചെയ്യാൻ കേപ്പബിളുള്ള എയർക്രാഫ്റ്റ്സാണ്. അപ്പോൾ നമ്മൾ 18 മണിക്കൂർ ഫ്ലൈ ചെയ്തിട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ മനുഷ്യൻ്റെ ബോഡി ക്ലോക്കും മനുഷ്യൻ്റെ സമയത്തിൻ്റെ ഡിഫറൻസും അങ്ങനെ പിന്നെ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്ഷീണവും എല്ലാം അങ്ങനെ കാണും. അപ്പോൾ ആ സമയത്ത് ഒരു ലാൻഡിങ് എന്നുള്ള ഒരു ഡിഫിക്കൽട്ട് ഇത് ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പക്ഷേ ടേക്ക് ഓഫ് സമയത്ത് ആ ഒരു ഇതില്ല. മിക്കവാറും നമ്മൾ ഫ്രഷ് ആയിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ ഇപ്പം ചെറിയ പിന്നെ എയർബസ് 320, ബോയിങ് 737 ചെറിയ വിമാനങ്ങൾ അവർ പറക്കുമ്പോൾ അവർ 3-4 സെക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, ആ സമയത്ത് ചിലപ്പോൾ പിന്നെ അവർക്ക് പിന്നെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ 3ാമത്തെ 4ാമത്തെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവർക്കും വിഷമങ്ങൾ ഉണ്ടാക്കിയായിരിക്കും. അല്ലാത്ത സമയത്ത് കൂടുതലും ലാൻഡിങ് സമയത്താണ് കൂടുതൽ ആക്സിഡൻറ്റ്സ് നടക്കുന്നത്. സാർ, ഞാനൊരു റിപ്പോർട്ട് വായിച്ചിരുന്നു. 65% വിമാന അപകടങ്ങളും സംഭവിക്കുന്നത് മനുഷ്യരുടെ തെറ്റ് കാരണമാണ്.
20% അപകടങ്ങൾ സാങ്കേതിക തകരാറ് മൂലവും എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത് എന്നാണ് ഞാൻ വായിച്ചത്. അത് എത്രത്തോളം ശരിയാണ്? തീർച്ചയായും നമ്മൾ മനുഷ്യരാണ്, മനുഷ്യർക്ക് തെറ്റ് പറ്റാം, ആ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എന്നാലും ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഓട്ടോമേഷൻ നമ്മുടെ ഏവിയേഷൻ സെക്ടറിൽ ഓട്ടോമേഷൻ കൂടുന്നതനുസരിച്ച് പൈലറ്റ്സിൻ്റെ സ്കില്ല് ആക്ച്വലി കുറഞ്ഞു വരികയാണ്. കാരണം പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഫ്ലൈയിങ് കൂടുതലും മാനുവൽ ഫ്ലൈയിങ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഓട്ടോ പൈലറ്റ് വന്നു. ഓക്കെ, അങ്ങനെ ഓരോ കാര്യങ്ങൾ വരുന്നതനുസരിച്ച് പൈലറ്റ്സിൻ്റെ സ്കിൽ ആക്ച്വലി കുറഞ്ഞു വരികയാണ്. ഇന്നത്തെ കാലത്ത് ആക്ച്വലി നമുക്ക് പറയാം പൈലറ്റ്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ പോലെയുള്ളൊരു ജോലിയാണ്. എന്നാലും ലാൻഡിങ്ങും ടേക്ക് ഓഫും ഉണ്ട്, അതൊരു വേറൊരു കാര്യം. പക്ഷേ എത്രയും എയർക്രാഫ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആകുന്നോ, ഓരോ വർഷങ്ങൾ പോകുന്നതോട് കൂടി തന്നെ എയർക്രാഫ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയി വരും, പുതിയ കണ്ടുപിടുത്തങ്ങൾ വരും. ഓക്കെ, ആ സമയത്തെല്ലാം നമ്മൾ ആലോചിക്കേണ്ടവരാണ്. നമ്മളുടെ പൈലറ്റ്സിൻ്റെ സ്കില്ല് കുറഞ്ഞു വരും. കാരണം ആക്ച്വലി മാനുവൽ ഫ്ലൈയിങ് വളരെ കുറവായിട്ടാണ് ഇന്നത്തെ സിവിൽ ഏവിയേഷൻ സെക്ടറിലുള്ളത്. സാർ, നമ്മുടെ നിലവിലെ ഗതാഗത സംവിധാനത്തിൽ ഏറ്റവും സേഫ് ഉള്ളത് വിമാനമാണ്. പക്ഷേ ഈ വൈമാനികർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്ത്? ഒരു മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് എല്ലാം പ്രോഫിറ്റാണ്. അപ്പം ഒരു കമ്പനിക്ക് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതാണ് അവരുടെ ഊഹം. അവർ പൈലറ്റ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും സേഫ്റ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ നിന്നും അധികം മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ പോലും അധികം അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പം ഈവൻ DGCA നമ്മൾ നോക്കുകയാണെങ്കിൽ അവരും അണ്ടർ പ്രഷറാണ്. കൂടുതലും പ്രൈവറ്റ് കമ്പനീസ് അവരുടെ മേലിൽ ഒരുപാട് പ്രഷർ ഇടും. എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് നഷ്ടമാണ്. അപ്പോൾ ഏത് വിധത്തിലും എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യിപ്പിച്ച് പോകാനേ പ്രൈവറ്റ് കമ്പനീസ് നോക്കുകയുള്ളൂ. നേരെ മറിച്ച് എയർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇതിലായിരുന്നപ്പോൾ ഇത്രയും വലിയൊരു എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് പൊക്കണം എന്നുള്ളൊരു കമ്പൽഷൻ ഇല്ലായിരുന്നു. ഓക്കെ, യെസ്, ഫ്ലൈയിങ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്തു അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഫ്ലൈറ്റ് പൊങ്ങാവുള്ളൂ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാൻ അന്ന് പൈലറ്റ്സുമാർക്കും മാനേജ്മെൻറ്റിനും കഴിയുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. കാരണം കൂടുതലും എല്ലാം പ്രോഫിറ്റ് മോട്ടീവ്സ് ആയതുകൊണ്ട്, പ്രൈവറ്റ് കമ്പനീസ് ആയതുകൊണ്ട് അവർക്ക് എന്ത് വിധത്തിലും ഈ ഫ്ലൈറ്റ് വിടണം. ഇപ്പോൾ പൈലറ്റുമാർ സപ്പോസ് ഒരു പൈലറ്റ് പറയുന്നു, ഇല്ല ഇത് റിപ്പയർ ചെയ്യാതെ ഞാൻ ഫ്ലൈറ്റ് എടുക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അവർ വേറൊരു പൈലറ്റിനെ കൊണ്ട് എടുപ്പിക്കും. ഈ പൈലറ്റിനെ ഒന്നുകിൽ ഗ്രൗണ്ട് ചെയ്യും അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ പൈലറ്റ്സ്മാർക്ക് വേറെ ഇതില്ല, ഇപ്പോൾ കമ്പനി പറയുന്നത് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ഇതാണ് പൈലറ്റ്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും പ്രശ്നമായിട്ട് ഇപ്പോൾ വരുന്നത്. സാർ, പലപ്പോഴും ഈ പക്ഷികൾ കാരണം വിമാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. വിമാനം ഇറങ്ങാൻ വൈകി, പറന്നു വരാൻ വൈകുന്നു, പക്ഷി ശല്യം കൂടുതലാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പക്ഷികൾ എത്രത്തോളം ഡേഞ്ചറാണ് ഈ വിമാനങ്ങൾക്ക്? പക്ഷികൾ തീർച്ചയായും അപകടം ഉണ്ടാക്കും. എയർപോർട്ടിൻ്റെ ചുറ്റിനും ഇപ്പോൾ ഉള്ളത്, ഇപ്പോൾ തിരുവനന്തപുരം എയർപോർട്ടിൽ പോലും ഈ പക്ഷികളുടെ ശല്യം ധാരാളമുണ്ട്. അവിടെ സ്ലോട്ടർ ഹൗസസ് ഉണ്ട്. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും എയർപോർട്ടിന് എപ്പോഴും സേഫ്റ്റി. അപ്പോൾ അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അവിടെ ഒരുപാട് പക്ഷികൾ കാണും. വിമാനം പറന്ന് ഉയരുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും ഈ പക്ഷികളിൽ ഇടിക്കാനും അതുപോലെ ഈ പക്ഷികൾ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിനകത്ത് പോകാനും സാധ്യതയുണ്ട്. ചെറിയ വിമാനങ്ങളാണെങ്കിൽ എഞ്ചിൻ ഫെയിലിയർ ആകാനുള്ള വളരെ ചാൻസ് ഉണ്ട്. നമുക്കറിയാം 2009 2 എഞ്ചിനും പോയ ഒരു എയർക്രാഫ്റ്റ് അമേരിക്കയിൽ മിസ്റ്റർ സളി, ഒരു എയർബസ് 320 വിമാനം പറന്നുയർന്നു. 2 എഞ്ചിനും ബേർഡ് സ്ട്രൈക്ക് കാരണം ഫെയിലായി. പുള്ളി ഹഡ്സൺ റിവറിൽ ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചു. അപ്പം പക്ഷികൾ തീർച്ചയായിട്ടും ഒരു വലിയ അപകടമാണ്. എന്നാലും 1-2 പക്ഷികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒരു വലിയ എയർക്രാഫ്റ്റായ 787 അല്ലെങ്കിൽ 777 അങ്ങനെ എയർക്രാഫ്റ്റ്, ഇതിനൊക്കെ വലിയ ടെർബോ ഫാൻ എഞ്ചിനാണ്, ബൈപ്പാസ് റേഷ്യോ ഉള്ള വലിയ ടെർബോ ഫാൻ എഞ്ചിൻസാണ്. അതിനധികം അപകടമൊന്നും സംഭവിക്കില്ലായിരിക്കും. പക്ഷേ ഒരു വലിയ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായും അത് പ്രശ്നമാണ്. സാർ, അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തും വിമാന അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യയിലെ അപകടങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ കൂടുതലും
നമ്മൾ കമ്പനീസ് പിന്നെ ഇപ്പോൾ ഏവിയേഷൻ ഒരു ബൂമിംഗ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. അപ്പോൾ കമ്പനീസിന് കൂടുതലും പ്രോഫിറ്റ് വേണം. ഓക്കെ, മാത്രവുമല്ല നമ്മുടെ ബാക്കിയുള്ള പിന്നെ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായമാണിത്, കറപ്ഷനും ഇതും ഇന്ത്യയിൽ ഇത്തിരി കൂടുതലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് കൂടുതലും പൈസയൊക്കെ കൊടുത്ത് ആൾക്കാരെ പിന്നെ എന്താ പറയുന്നത് DGC അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കൂടുതലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാം. ഞാൻ എയർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നൊരു സമയത്ത് ഒരു ടേക്ക് ഓഫ് ചെയ്യുകയായിരുന്നു. ഞാനും കോ-പൈലറ്റും കൂടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ മുംബൈയിൽ നിന്നാണെന്ന് തോന്നുന്നു ന്യൂയോർക്കിലോട്ട് ഫ്ലൈ ചെയ്യുന്ന ഒരു ഫ്ലൈറ്റായിരുന്നു. അപ്പോൾ എൻ്റെ എയർക്രാഫ്റ്റ് ഞാൻ വിചാരിച്ചത്ര ട്രസ്റ്റ് കിട്ടിയില്ല. കാരണം ആ എയർക്രാഫ്റ്റ് റൺവേയുടെ വളരെ അടുത്ത് ചെന്നിട്ടാണ് അത് പൊങ്ങാൻ, അതിന് ആ സ്പീഡ് വന്നതും എനിക്കതിനെ പൊക്കി കൊണ്ട് ചെയ്യാനും ഉള്ളൊരു ഇത് വന്നത്. അപ്പോൾ ഞാൻ പൊങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ക്രൂസ് ഓൾട്ടിറ്റ്യൂഡിൽ ഞാൻ കോ-പൈലറ്റ് ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കണം നമുക്ക് ഇത്രയും ഡിലേ വന്നത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, സർ എനിക്കറിയത്തില്ല, ഒൺലി ദിസ് തിങ് ക്യാൻ ഇറ്റ് ബി ബിക്കോസ് ഓഫ് എയർക്രാഫ്റ്റ് ഓവർലോഡിങ്. സോ ഐ സെഡ് യെസ്, ദാറ്റ്സ് എ പോസിബിലിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ എയർക്രാഫ്റ്റിന് സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാം, ഒരു 15 ടൺ കാർഗോ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു എയർക്രാഫ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഈ കാർഗോ ചെയ്യുന്ന ആൾക്കാർ അവർ കറപ്റ്റാണെങ്കിൽ അവർക്ക് ഈ 15 ടൺ ആക്ച്വലി കയറ്റിയിട്ട് 5 ടൺ എന്ന് എഴുതുകയാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല. ഇത് പണ്ടത്തെ കാലത്ത് എയർക്രാഫ്റ്റ് വേ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അതില്ല. അതൊരു അൺവാണ്ടഡ് ഇതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എയർക്രാഫ്റ്റ് ആക്ച്വലി കൂടുതൽ വെയിറ്റ് എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആ എയർക്രാഫ്റ്റ് നമ്മൾ കൊടുക്കുന്ന പവർ ഇനഫ് ആയിരിക്കത്തില്ല. എല്ലാ ടേക്ക് ഓഫും നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റും ടെമ്പറേച്ചർ കണ്ടീഷൻസും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് എത്ര പവർ വേണം ഈ എഞ്ചിന് ഈ റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാനെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പവർ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. പക്ഷേ ഈ എയർക്രാഫ്റ്റിൻ്റെ വെയിറ്റ് ആക്ച്വലി കൂടുതലാണെങ്കിൽ ആ പവർ കൊണ്ട് ആ എയർക്രാഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് പൊങ്ങാനുള്ള സാധ്യത കിട്ടത്തില്ല. അപ്പം കറപ്ഷൻ ഇസ് എ ബിഗ് തിങ് വിതിൻ ദ എയർലൈൻസ്. സർ, 1998 ഡിസംബർ 11 തായ് എയർവേസിന്റെ TG 261 വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ജെയിംസ് റുവാങ്സാക് ലോയ് ചുസാക് എന്നൊരു നടനും ഗായകനുമായ വ്യക്തി രക്ഷപ്പെട്ടിരുന്നു. സാറ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ വിശ്വാസ് കുമാറിന്റെ ഇപ്പോഴത്തെ രക്ഷപ്പെടലിലും മറ്റ് ദുരൂഹതകൾ സംശയിക്കേണ്ട എന്ന് തന്നെയാണോ? ഞാനതൊരിക്കലും ആ രീതിയിൽ കാണുന്നില്ല. ഒരാൾ രക്ഷപ്പെട്ടു, അത് അയാളുടെ നല്ല ദിവസമായിരുന്നു. ഓക്കെ, ഇത്രയും പേരിൽ നിന്നും ഒരാൾ മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലക്കാണത്, അല്ലാതെ അതിനൊരു ദുരൂഹതയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിശ്വാസിന്റെ രക്ഷപ്പെടലോടുകൂടി 11A സീറ്റിനെ സംബന്ധിച്ചും കുറെ ചർച്ചകൾ നടന്നിരുന്നു. അപ്പോൾ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ 11A സീറ്റിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സീറ്റ് രണ്ടാമത്തെ ഡോറിൻ്റെ ബാക്കിലായിട്ട് വരും. ഓക്കെ, എയർക്രാഫ്റ്റ് എപ്പോഴും ഡിവൈഡ് ചെയ്യുന്നത് ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ്സ്, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ്, പിന്നെ ബിസിനസ് ക്ലാസ്, അതിൻ്റെ പുറകിലാണ് എക്കണോമി സീറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ബിസിനസ് ക്ലാസ് ഫ്രണ്ടിലും അതിൻ്റെ പുറകിൽ എക്കണോമിയും. ഈ എക്കണോമിയുടെ ഫസ്റ്റ് സീറ്റിലാണ് അദ്ദേഹം ഇരുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ ഡോറ് തെറിച്ച് ഇമ്പാക്റ്റ് കാരണം, എയർക്രാഫ്റ്റ് ക്രാഷ് ലാൻഡ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് കാരണം തെറിച്ച് പോയിട്ടുണ്ടാകണം. അപ്പോൾ ആ വഴി ആ അദ്ദേഹത്തിന് പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടി. സാർ, മറ്റൊരു സംശയം, ഈ ബോയിങ് 787 ഡ്രീം ലൈനറിന്റെ സുരക്ഷാ റെക്കോർഡ് ഉണ്ടല്ലോ, അതെന്താണ്? ഇത് ആദ്യത്തെ ക്രാഷ് ആണെന്ന് പറയുന്നതിന്റെ പ്രാധാന്യവും എത്രത്തോളമാണ്? ബോയിങ് 787 ആണ് ആദ്യത്തെ കോമ്പോസിറ്റ് എയർക്രാഫ്റ്റ് ആയിട്ട് ബോയിങ് ഇറക്കിയത്. അതിന് മുമ്പുണ്ടായിരുന്ന 777 എല്ലാം മെറ്റൽ ബോഡി എയർക്രാഫ്റ്റ് ആയിരുന്നു. പക്ഷേ ബോയിങ് എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്തു, ചൈനീസ് കമ്പനീസിന് കൊടുത്തു. പല കാര്യങ്ങളും ചൈനീസ് കമ്പനീസ് ഉണ്ടാക്കിയ അവരുടെ
എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ എയർക്രാഫ്റ്റിൻ്റെ പാർട്സ് ഓക്കെ അത്ര നല്ലതാണെന്ന് ഇനീഷ്യൽ റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ 777 മെയിൻറ്റെയിൻ ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് തന്നെയാണ് 787 മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് വന്ന 787 ഡ്രീം ലൈനർ പ്ലാസ്റ്റിക് എയർക്രാഫ്റ്റ് എന്നാണ്. അവർ പറയുന്ന ഇതിൽ തന്നെ ഒരു പാനൽ ഊരിക്കഴിഞ്ഞാൽ അത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്ക്രൂ ചെയ്യുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക് അത്ര ഇൻഫീരിയർ മെറ്റീരിയൽ ആയിരുന്നതാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവർ കമ്പനി തന്നെ, കാരണം ഈ പ്രശ്നങ്ങളെല്ലാം കമ്പനി റെക്ടിഫൈ ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. പക്ഷേ 787 എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു വളരെ മോഡേൺ എയർക്രാഫ്റ്റാണ്. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ക്രാഷാണ് ഈ അഹമ്മദാബാദിൽ സംഭവിച്ചതെന്നുള്ള ശരി തന്നെയാണ്. സർ, ഈ അഹമ്മദാബാദ് അപകട സമയത്ത് അവസാനത്തെ കുറച്ചു മിനിറ്റുകൾക്കുള്ളിൽ പൈലറ്റുമാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുണ്ടാവുക? വലിയൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണല്ലോ അവർ. ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് DFDRും CVRും എല്ലാം പരിശോധിച്ചാൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. എന്നാലും പൈലറ്റ്സ് ഒരു മീഡിയ കോൾ കൊടുത്തിരുന്നു. ലോസ് ഓഫ് ത്രസ്റ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എയർക്രാഫ്റ്റ് പൊക്കാൻ ഉള്ള കഴിവ് ഇല്ല. എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ തകരാറിലാണ്, അതാണ് മീൻ ചെയ്തത്. അപ്പോൾ 2 എഞ്ചിനും ഫെയിലായ ഒരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ ഊഹിക്കേണ്ടത്. സർ, ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നായ ബ്രിട്ടീഷ് നാവികസേനയുടെ F-35B സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ 3 ദിവസമായി നിർത്തിയിട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ യുദ്ധവിമാനത്തിന് തിരിച്ചു പറക്കാൻ അനുമതി കൊടുക്കാത്തത്? ഞാൻ ഒരു എക്സ് നേവി പൈലറ്റായിരുന്നു. ഞാനും ഇതേപോലെ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജെറ്റ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൈലറ്റായിരുന്നു. എനിക്കും പല സമയത്തും വെതർ കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എമർജൻസി കാരണമോ കപ്പലിൽ ലാൻഡ് ചെയ്യാൻ പറ്റാതെ നമുക്ക് റൺവേയിൽ ലാൻഡ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ഡൈവേർഷൻ എന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ ഐദർ നമ്മുടെ ഡബലിം എയർപോർട്ട് ഗോവയിലോ അല്ലെങ്കിൽ മുംബൈയിലോ അല്ലെങ്കിൽ കൊച്ചിയിലോ എവിടെയാണെന്ന് വെച്ചാൽ അടുത്ത നിയറസ്റ്റ് എയർപോർട്ടിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകും. അപ്പം ഇത് ഒരു പ്രത്യേക സാഹചര്യം. അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന സമയത്ത് അറേബ്യൻ കടലിൽ ഭയങ്കരമായ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഇതുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റാതെ ഇവിടെ വന്ന് ലാൻഡ് ചെയ്ത് അദ്ദേഹത്തെ ഒരു സ്റ്റേറ്റ് ഗസ്റ്റായിട്ട് സ്വീകരിച്ച് നല്ലപോലെ നോക്കി തിരിച്ചു വിടേണ്ടതായിരുന്നു. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്കറിയില്ല. ശത്രുസേനയുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ച് പറക്കാൻ കെൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുള്ള വിമാനമായാണ് F-35 അറിയപ്പെടുന്നത്. റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമാണ് എന്നാണ് അവകാശവാദവും. എന്നിട്ടും എങ്ങനെയാണ് ഈ യുദ്ധവിമാനത്തെ ഇന്ത്യ കണ്ടുപിടിച്ചത്? ആ എയർക്രാഫ്റ്റ്, നിങ്ങൾ ഈ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്ത എയർക്രാഫ്റ്റിനെ കുറിച്ചാണോ? ആ എയർക്രാഫ്റ്റ് ഒരു എമർജൻസി കോൾ ATCയിൽ കൊടുത്തു. എനിക്ക് ഫ്യൂവൽ അധികമില്ല, ഞാനിവിടെ ലാൻഡ് ചെയ്യാൻ വരുന്നു, ഓക്കെ എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞാണ് വന്നത്. മാത്രമല്ല അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഉള്ള ഒരു സിസ്റ്റമുണ്ട്, ഒരു റഡാർ ട്രാൻസ്പോണ്ടർ, ഞാനത് മറന്നുപോയ എൻ്റെ പേര്, ഒരു ട്രാൻസ്പോണ്ടർ എന്നാണെന്ന് തോന്നുന്നു. അത് ഓൺ ചെയ്തിട്ടേക്കും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഓക്കെ, എല്ലാ എയർക്രാഫ്റ്റിനകത്തും അതുണ്ട്. വാർ സമയത്ത് നമ്മൾ അതിനെ ഓഫ് ചെയ്യും. ആ സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു സെക്കൻഡറി റഡാറാണ്. അത് പൾസ് നമ്മുടെ ഈ എയർക്രാഫ്റ്റിൻ്റെ ചുറ്റിനും ഈ പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ആ പൾസ് ഉപയോഗിച്ച് ഒരു റഡാറിൻ്റെ റിസീവർ വെച്ച് നമുക്ക് ഈ എയർക്രാഫ്റ്റിനെ കണ്ടുപിടിക്കാൻ നോക്കും. ഓക്കെ, അപ്പം ഇത് അദ്ദേഹം ഒളിച്ചെല്ലാം വന്ന് അദ്ദേഹം ട്രിവാൻഡ്രം ATCയെ വിളിച്ചറിയിച്ചു, എമർജൻസിയാണ്, എനിക്ക് ലാൻഡ് ചെയ്യണം, ഫ്യൂവൽ കുറവാണ്, ഞാൻ ഇന്ന എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്ന് വരുന്നു, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അദ്ദേഹം നമ്മളെ അറിയിച്ചിട്ടാണ് വന്നത്. എന്തായാലും വളരെയധികം നന്ദി സാർ. അഹമ്മദാബാദ് വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ പലരും അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മളും ചെയ്തിരുന്നു. അതിലും നിരവധി പേർ ദുരൂഹതയുണ്ടോ അട്ടിമറിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. എന്തായാലും ക്യാപ്റ്റൻ ദിലീപ് ദേശ്മുഖ് സാറിന്റെ കൃത്യമായ വിശകലനം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഒരു അനുമാനത്തിലെത്തുകയാണെങ്കിൽ ഇതിൽ മറ്റൊരു അട്ടിമറിയില്ല എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ.